ഇല്ലിക്കലിൻ്റെ ട്രക്കിങ് വരുന്നത്. നല്ല രീതിക്ക് കാറ്റും അതുപോലെ തന്നെ മഴയൊക്കെ ചാറുന്നുണ്ട്. നമുക്ക് ഈ വഴിയുടെ ഭീകരത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ഒരുപാട് നടക്കാനുണ്ട്. മുകളിലേക്ക് കുത്തനെ കയറ്റമാണ്. റോഡെന്നൊന്നും പറയാനില്ല, കല്ലിട്ട വഴികളൊക്കെയാണ് ഇത്. ആ പോകുന്ന വഴിയിലൂടെ ഇതുപോലെ മനോഹരമായ കുറച്ച് പൂക്കളും ആ കാടിൻ്റെ ഒരു പ്രത്യേക ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണത്. കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചിട്ട് അവിടെയുള്ള മരങ്ങളൊക്കെ ആടി ഉലഞ്ഞ് ഒരു പ്രത്യേക തരം കാഴ്ച നമുക്ക് സമ്മാനിച്ചു. നല്ല ശക്തിയായ രീതിക്ക് തന്നെയാണ് അവിടെ നമ്മൾ നിന്നപ്പോൾ ഉള്ള കാറ്റ്. ഇനിയും മേളിലേക്ക് പോകും തോറും കാറ്റിൻ്റെ ശക്തി കൂടി വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാരനുമാണ് ഏറ്റവും മുന്നിൽ പോയത്. അവർ രണ്ടുപേരും പെട്ടെന്ന് കയറി. നമ്മൾ പതുക്കെ ഓരോ സ്ഥലങ്ങളും നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് ഞങ്ങൾ കയറുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇനി മേളിലേക്ക് കയറാൻ പോകുന്നത്. ഓരോ വഴിയും വളരെ പതുക്കെയും ശ്രദ്ധിച്ചും തന്നെ കയറി പോവുക. ചെരുപ്പുകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് തന്നെ ഇടാനായിട്ട് നോക്കണം. കാരണം ഈ പോകുന്ന വഴിയിലൂടെ തെന്നി വീഴാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഗ്രിപ്പ് കുറവുള്ള ഒരു ചെരുപ്പൊക്കെയാണ് നിങ്ങൾ ധരിച്ചുകൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് തെന്നി വീണ് നമുക്ക് എന്തെങ്കിലും അപകടമുണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അത് കാരണം